ഹായ് ഹലോ എവരി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നാളത്തെ നിഫ്റ്റിയുടെ ഇൻട്രഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യും ഫോർ ലേണിംഗ് പർപ്പസ്. ഓക്കെ, സോ നമ്മുടെ ഈ വീഡിയോ ഞാനിപ്പോൾ വരച്ച് വെച്ചേക്കുന്ന ലെവൽസ് എല്ലാം ഇന്നലത്തെ ലെവൽസ് തന്നെയാണ്, ചേഞ്ചസ് ഒന്നുമില്ല. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും കൂടി ഒന്ന് എൻ്റെ വീഡിയോസ്, ഞാൻ അയക്കുന്ന വീഡിയോസ് എല്ലാം കൃത്യമായിട്ട് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ടല്ലേ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ലെവൽസൊക്കെ ഷെയർ ചെയ്യാൻ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ലെവൽസ് നല്ല ഡോട്ട് ടു ഡോട്ട് ലെവൽസ് മാക്സിമം ഷെയർ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. വീഡിയോ അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി. പിന്നെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ യൂട്യൂബിൻ്റെ കമൻറ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ലെവൽസ്, അത് ഇൻട്രാഡേ ലെവൽസ് ഒന്നുകൂടി ഷാർപ്പ് ലെവൽസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ളൂ, പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഈ ലെവൽസ് ഞാൻ ഇന്നലെ കൊടുത്ത ലെവൽസാണ്. സോ നമ്മുടെ ഇന്നലെ കൊടുത്ത മെയിൻ ഒരു ലെവലാണ്, റെസിസ്റ്റൻസ് ലെവലാണ് ഈ റെഡ് കളറുടെ ഒരു ലൈൻ 24,350. ഓക്കെ, അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ബുളിഷ്നെസ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ എടുത്ത് പറഞ്ഞായിരുന്നു. അത് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഹൈ കണ്ടോ, ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഹൈ, ഒരു മാറ്റമൊന്നുമില്ല ഇന്നും. അത് നല്ല റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇന്ന് വർക്ക് ചെയ്തത്. നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയി നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ, ഇത് കണ്ടോ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇന്ന് എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് ഒരു ശരിക്കും റിജക്ഷൻ കിട്ടി നമുക്ക്. 1 2 3 4 5 ക്യാൻഡിൽസാണ് റിജക്ഷൻ കിട്ടി. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ കിട്ടി 24,296 ബിലോ. അത് ബ്രേക്ക് ഡൗൺ കിട്ടിയപ്പോൾ ആണ് ഫർദർ ഫോൾ കിട്ടിയത്. നല്ലൊരു ഫോളാണ് കിട്ടിയേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഫർദർ ഫോൾ കിട്ടി. പിന്നെ ഒരു സപ്പോർട്ട് ലൈൻ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ, അതിൻ്റെ അടുത്ത് ആണ് ഇന്ന് ക്ലോസിങ് കിട്ടിയേക്കുന്നത്. സോ നാളെ ഇവിടെ വരികയാണെങ്കിൽ വീണ്ടും സപ്പോർട്ട് എടുക്കാൻ ചാൻസസ് ഉണ്ട്, വീണ്ടും 24,000 അവർ സോൺ. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ 24,960 ആൻഡ് 24,800 നല്ലൊരു സപ്പോർട്ട് സോണാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ 24,800 ഇസ് എ ഗുഡ് സപ്പോർട്ട്. അവിടെ വന്നാൽ ബൈ തന്നെ ആയിരിക്കുള്ളൂ, നല്ലൊരു ബൈങ് തന്നെ വരുള്ളൂ. ബൈ ചാൻസ് ഇവിടെ കിട്ടിയാൽ നമുക്ക് ബൈ തന്നെ നോക്കാം കേട്ടോ അവിടെ. പിന്നെ നാളെ ഫർദർ ബുളിഷ്നെസ് ഇവിടെ തന്നെ കിട്ടും. ഇതിൻ്റെ അബവ് 24,350 അബവ് സസ്റ്റെയിൻ ആയാൽ ഷോർട്ട് കവറിങ് പോലെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫർദർ ബുളിഷ്നെസ് വരുന്നത് 24,350 ആൻഡ് ദ നെക്സ്റ്റ് ലെവൽ ഇസ് 24,460 to 70 അങ്ങനെ വരും അവർ ലെവൽ. നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് കൂടിയായിരിക്കും 24,460 to 70 ആയിരിക്കും. അത് റെഡാക്കി മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചാർട്ടിൽ എല്ലാവരും കൂടി വരച്ച് വെക്കണം, എന്നിട്ടാണ് നമ്മൾ ക്ലിയർ ആവുള്ളൂ. സോ ഈ ചാനൽ ഇപ്പോൾ ഈ വരച്ച് വെച്ചേക്കാൻ ഞാൻ ഈ ചാനൽ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഇതിനകത്ത് കാണുകയുള്ളൂ. നാളെ ഞാൻ ഇതിൻ്റെ അബവ് എക്സ്പെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. അബവ് ഇതിൻ്റെ 24,000 നാളെ ഓപ്പണിംഗ് ഇന്ന് ഇപ്പോൾ രാത്രി ഡൗ ജോൺസ് നല്ല ബുള്ളിഷാണ്. സോ 24,350 അബവ് ഓപ്പണിംഗ് ആണെങ്കിൽ പിന്നെ റെസിസ്റ്റൻസ് നമ്മൾ 24,460 to 70 ഏരിയ വരും. അവിടെ നിന്ന് റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ബൈ വരും എന്താണെന്ന് നോക്കണം. പിന്നെ ഇത് സപ്പോർട്ടായിട്ട് മാറും 24,350 നമ്മളിത്. ഓക്കെ, സോ എന്തെങ്കിലും ലെവൽസ് വേറെ ഡിഫറെൻറ്റ് ലെവൽസ് കാര്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഇൻട്രഡേയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത കമൻറ്റ് സെക്ഷനിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ അവിടെ ന്യൂവസ്റ്റിൽ പോവുക. ന്യൂവസ്റ്റിൽ ഞാൻ വരുന്ന ന്യൂ കമൻറ്റ്സ് എല്ലാം അതിനകത്ത് വന്നുകൊണ്ടിരിക്കും, ന്യൂ ലെവൽസ് വന്നുകൊണ്ടിരിക്കും അതിനകത്ത്. ഓക്കെ, സോ എല്ലാവരും കൂടി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.